നല്ല മൂടൽ മഞ്ഞ് പോലെ കൃത്രിമ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുക. എൻ്റെ കയ്യിലിരിക്കുന്നതായിട്ട് ഒന്നാണെന്ന് മനസ്സിലായി. എൻ്റെ മുമ്പിൽ വെച്ച് ചൂട് എണ്ണയിലേക്ക് ചാടി കാട. പാവം. അലങ്കരിച്ച് കിടത്തി കൊണ്ടുവന്നേക്കുന്നുണ്ടോ? എപ്പോഴും മഴ പെയ്യുന്ന ഒരു ആംബിയൻസും ഇതിനകത്തിരുന്ന് ഇച്ചിരി ആഹാരം കഴിക്കുക എന്ന് പറഞ്ഞാലേ അത് വേറെ ഒരു ഇത് തന്നെയാണ്. അത് പൈസ തരും, ഇന്നില്ല നാളെ ആയാലും ഞാൻ തരും. ഞാൻ സ്ഥിരമായിട്ട് ഇവിടെ വന്ന് കഴിക്കുന്ന ഒരാളല്ലേ, അപ്പോൾ ആ ഒരു മര്യാദ വെച്ച് സംസാരിക്കണം. ഇത് ഉടക്കതേ വെളിയിച്ച് കഴിച്ചിട്ട് തരുമെന്നല്ലേ പറഞ്ഞു. അയ്യോ കാന്താര. നിങ്ങൾ വിചാരിക്കും കള്ള് ഷാപ്പിൽ വന്ന് കയ്യിൽ കുടം കള്ളൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ നല്ല മൂടായിക്കണം. ഒരിക്കലും ഇല്ല കേട്ടോ. ഇതൊരു രസത്തിന് വേണ്ടി എടുത്തതാണ്. രസമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ രുചികൾ, ഇവിടുത്തെ ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം നിൽക്കുന്നതേ കോട്ടയം ജില്ലയിലാണ്. കോട്ടയം ജില്ലയിലാണെന്ന് എടുത്തു പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ കുറേ ദിവസങ്ങളായിട്ട് കമൻറ്റിലുണ്ട് തിരുവനന്തപുരം ജില്ല കിടന്ന് മാത്രം ഒരു കളി, ചിക്കൻ പരട്ടിൻ്റെ വെറൈറ്റികൾ മാത്രം വന്നു. ജില്ല 2 ജില്ല കഴിഞ്ഞിട്ടാണ് വന്നേക്കുന്നത്. ഇപ്പോൾ നിൽക്കുന്നത് കോട്ടയം ഏതൻ തോപ്പ്. ഏതൻ തോപ്പ് എന്ന് പറയുമ്പോൾ ഉഴവൂരിനും രാമപുരത്തിനും ഇടയിൽ കൊണ്ടാടുന്ന ഒരു സ്ഥലം, പക്കാ ഗ്രാമം. അവിടെ നമ്മുടെ പ്രിയ സുഹൃത്ത് രാഹുലിൻ്റെ ഉടമസ്ഥയിലുള്ള ഏതൻ തോപ്പ് റെസ്റ്റോറൻറ്റ് കം കള്ള് ഷാപ്പ്. പൊന്നു മോനെ, ആംബിയൻസ് എന്ന് പറഞ്ഞാൽ വേറെ ലെവല്. പിന്നതെ നല്ല തണുത്ത കള്ള്. ഞാൻ ഒരിക്കലും കള്ളിനെ പ്രൊമോട്ട് ചെയ്യുന്നതല്ല, പക്ഷെ വ്യത്യസ്തമായ രുചികൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ നമ്മൾ കൂടെ ഉണ്ടെന്നറിയാമല്ലോ. അപ്പോൾ വിശേഷങ്ങളെ പിന്നാലെ വന്നാൽ കാണിക്കാം. ധൈര്യമായിട്ട് ഞാൻ കാണിച്ചു തരുമോ? ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നപ്പോൾ ഉണ്ടല്ലോ, ഇവിടുത്തെ ഒരു ആംബിയൻസ് കണ്ടപ്പോൾ ഞെട്ടിയെന്ന് തന്നെ പറയാം. ഷാപ്പെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഈ കള്ളിൻ്റെ മണമുള്ള, അല്ലെന്നുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും തട്ടിക്കൂട്ട്, ഇതൊന്നുമല്ല. ഒരു 5 സ്റ്റാർ ഷാപ്പ് തന്നെ ഞാൻ പറയും. നമ്മൾ ആഗ്രഹിക്കുന്ന, അതായത് നമ്മൾ കഴിക്കാനെത്തുന്നവരുടെ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ ഇഷ്ടപ്പെട്ട ഐറ്റംസ് എല്ലാം തന്നെ ഉണ്ട്. എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ തീരത്തില്ല, ലിസ്റ്റ് ഭയങ്കരമാണ്. അപ്പോൾ നമ്മളോടൊപ്പം ഈ ഏതൻ തോട്ടത്തിൻ്റെ ഓണർ രാഹുലുണ്ട്. ഏകദേശം 20 വർഷത്തോളമായി ഇവർ ഈ ഷാപ്പ് മേഖലയിൽ ജോലി ചെയ്ത് വരുന്നു, ഷാപ്പ് നടത്തിക്കൊണ്ട് വരുന്നു. അദ്ദേഹത്തിൻ്റെ അച്ഛനായിരുന്നു. അതിനുശേഷം പൂർണ്ണമായിട്ട് ഇപ്പോൾ പുള്ളി കയറിയിട്ട് ഏകദേശം 2 വർഷം ആയതുള്ളൂ. ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഈ റെസ്റ്റോറൻറ്റിലൂടെ റെനോവേറ്റ് ചെയ്തിട്ട് 6 മാസമായി. ഇനി മഴയത്തിരുന്ന് ഒരു ഉപ്പി കള്ളടിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ മഴയില്ലാത്ത സമയത്ത് ധൈര്യമായിട്ട് പോരെ, ഇവിടെ മഴ പെയ്യും. നിങ്ങൾ കുടിക്കാൻ ഇരിക്കുന്നിടത്ത് നിങ്ങൾക്ക് മഴ കിട്ടും പോരെ. നമ്മുടെ ഇഷ്ടമാണ് അവരിത് എപ്പോഴും നോക്കുന്നത്. അതേപോലെ പ്രൈവസി, ഹട്ടുകളിലിരുന്ന് ഓല കുടിലുകളിലിരുന്ന് നിങ്ങൾ ഏത് രീതി കള്ള് കുടിച്ച് ഫുഡ് കഴിക്കാൻ ആഗ്രഹിക്കുന്നു, കള്ളെന്ന് പറയുന്നത് ജസ്റ്റ് അതിൻ്റെ ഒരു ടേസ്റ്റ് അറിഞ്ഞ് കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നേരെ പോരും. ഇവിടുത്തെ വിഭവങ്ങൾ കുറേ ഐറ്റംസ് ഉണ്ട്. നമുക്ക് വേണ്ട 1-2 സാധനങ്ങൾ തയ്യാറാക്കുന്നുണ്ട്. അപ്പം ഇതിൻ്റെയൊക്കെ നിർമ്മാണം നടക്കുന്ന നമ്മുടെ സ്വന്തം അടുക്കള എവിടെയാണെന്ന് കാണണ്ടേ. ഞങ്ങളെങ്കിൽ അടുക്കളയിലോട്ടൊന്ന് കയറാം. ശരി 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 പോര്. മഴ മഴ മഴ. നമ്മളിപ്പോൾ ഇരിക്കുന്നത് നമ്മുടെ ഏതൻ തോട്ടത്തിൻ്റെ അടുക്കളയിലാണ്. എൻ്റെ കയ്യിലിരിക്കുന്നതായിട്ട് എന്താണെന്ന് മനസ്സിലായി. ഒന്ന് നോക്കിയേ, കാട ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാട. മസാലയുടെ വസ്ത്രം ധരിച്ചിരിക്കുന്ന കാടയെടുത്ത് നേരെ തിളയ്ക്കുന്ന എണ്ണയ്ക്കകത്ത്. ഈ ഷാപ്പിലൊക്കെ വന്ന ആൾക്കാർ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നൊരു ഐറ്റം എന്താ പറയുക, തലക്കറിയാണ്. നല്ല പെശക് കേരച്ചൂരയുടെ തലക്കറി. ഇവിടുത്തെ വേറെ ഐറ്റം ഉണ്ട്, പുഴുക്ക്, കാച്ചിൽ, ചേമ്പ്, ചേന, കപ്പ എല്ലാം കൂടെ ചേർത്ത് ആ പുഴുക്കിൻ്റെ കൂടെ ഈ ഒരു തലക്കറിയുടെ കഴിച്ചാൽ അതിൻ്റെ കൂടെ കള്ള് കുടിക്കുന്നതാണ് തണുത്ത ഒരു കള്ള്. എന്താണ് വരാൻ നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി വരഞ്ഞ് നല്ല രീതിയിൽ മസാല പുരട്ടി കഴിക്കുക. മസാല പുരണ്ട് മസാല കുളിച്ചാണ് കിടക്കുന്നത്. ഇതാ തിളയ്ക്കുന്ന എണ്ണയ്ക്കകത്തോട് വറുത്ത് നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുമ്പോഴേ പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് അറിയാമല്ലോ, നല്ല പഞ്ഞി പോലെയുള്ള മാംസമാണ്. പിന്നെ അവിടെ ചില മുള്ളുകളൊക്കെ ഉണ്ട്, സാരമൊക്കെ ചിലപ്പോൾ തലവരെ കടിച്ചു കൂട്ടിച്ച് കഴിക്കുന്നവരുണ്ട്. ഇത് ഐറ്റം കൊള്ളാം കേട്ടോ. എനിക്ക് വന്നതിൽ ഈ സാധനത്തോട് ചെറിയൊരു ഇഷ്ടം അടിച്ചു. കണ്ടപ്പോൾ തന്നെ ഒരു നിറവാണ്.
ഇതെന്താണെന്ന് മനസ്സിലായല്ലോ. കുറച്ച് മുമ്പേ മസാലയൊക്കെ പുരട്ടി നമ്മുടെ മുമ്പിൽ പ്ലേറ്റിൽ മസിൽ പിടിച്ച് കിടന്ന കാടക്കോഴിയാണ്. ചൂടെണ്ണയ്ക്കകത്ത് കയറിയെടുത്താൽ എല്ലാം തീർന്നു. ഇനിയിപ്പോൾ കടിച്ച് മുറിച്ചല്ല കിരികിരാ സൗണ്ടോടെ കഴിക്കുന്ന പരുവത്തിലാക്കി. വെളിയിൽ നല്ല ഓർഡർ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഓർഡർ ഉള്ളവർക്ക് ആദ്യമേ കൊടുക്കാം, അത് കഴിഞ്ഞിട്ട് നമുക്കൊരു പിടി പിടിക്കാം. അതുപോലെ അത് മതി. വരാൽ കണ്ടല്ല, നമ്മുടെ ഏതൻ തോപ്പിലെ എല്ലാ വിഭവങ്ങളും ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പം ഇതൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് അറിയാം, എന്നാലും ഒന്ന് ഞാൻ പറഞ്ഞേക്കാം. പുഴുക്ക് നല്ല വെന്ത് നല്ല കുഴ പരുവായിട്ട്. പിന്നെ നമ്മുടെ പിടി നാടൻ കോഴിക്കറി. ഇത് പോർക്ക് ചാപ്സ്, വരാൽ ഫ്രൈ, കാട ഫ്രൈ, കേരച്ചൂര തലക്കറി. ഇത് പിന്നെ ഷാപ്പിലെ നമ്മുടെ നാടൻ കള്ള്. അപ്പോൾ ഇന്ന് കഴിക്കുന്നതിന് മുമ്പ് വില പറയാം. വില പറഞ്ഞിട്ട് കഴിക്കുമ്പോഴേ ദഹിക്കുമ്പോൾ അതിൻ്റേതായ ഒരു അന്തസ്സുണ്ടായിരിക്കും. പുഴുക്കിന് 80 രൂപയാണ്, പിടി 80, നാടൻ കോഴി ചാപ്സിന് 220, പോർക്ക് ചാപ്സ് 220, വരാൽ 100 ഗ്രാമിന് 150 രൂപയാണ്. അത് മീൻ തൂക്കം നോക്കിയിട്ടാണ്. ഇത് ഏകദേശം ഒരു 1/2 കിലോളം വരുന്നൊരു മീനാണ് തൂക്കിയിരിക്കുന്നത്. കാട ഫ്രൈ സിംഗിൾ പീസിന് 140, കേരച്ചൂര 600. ഇതിപ്പോൾ എവിടെ നിന്ന് തുടങ്ങി ഏത് ഐറ്റം തുടങ്ങുന്ന ഒരു പിടിയില്ല. ഒന്നാമത് നല്ല കാട് കയറിയ വിശപ്പുണ്ട്. കിടുക്കാച്ചി ഐറ്റംസ് ഇങ്ങനെ കൊണ്ടുവച്ചപ്പോൾ ഏത് പിടിക്കുന്ന ഒരു കൺഫ്യൂഷൻ. പിന്നെ അതേ കള്ള് കൊണ്ടുവച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കള്ള് കുടിക്കാനായിട്ട് മാത്രമായിട്ട് ഇവിടെ വരുന്നത്. ഇവിടെ വന്നാൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് ഈ കിടുക്കാച്ചിയായിട്ടുള്ള ഫുഡാണ്. AC റെസ്റ്റോറൻറ്റ് ഉണ്ട്, ഹട്ടുകളുണ്ട്, ഇതേപോലുള്ള പിന്നെ ഓല ഷെഡുകളുണ്ട്. പിന്നെ എപ്പോഴും മഴ പെയ്യുന്ന ഒരു ആംബിയൻസും. ഇതിനകത്തിരുന്ന് ഇച്ചിരി ആഹാരം കഴിക്കുക എന്ന് പറഞ്ഞാലേ അത് വേറെ ഒരു ഇത് തന്നെയാണ്. അപ്പോൾ നമുക്ക് പുഴുക്കിന്ന് പിടിക്കാം. നമ്മുടെ വീടുകളിലൊക്കെ കണ്ടുവരുന്ന പുഴുക്ക്. പക്ഷേ വീട്ടിലിത് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യത്തില്ല. നമ്മളിത് ഹോട്ടലുകളിൽ പോയി പൈസ കൊടുത്ത് കഴിക്കും. പുഴുക്ക് മാത്രം ഒന്ന് കഴിച്ചു നോക്കാം. അപ്പം പുഴുക്കിന് കൂട്ടെ മീനാണ്. തവിയൊക്കെ അവിടെ കിടക്കട്ടെ. ആ ഗ്രേവിക്കകത്തോട്ട് ഈ പുഴുക്ക് പുരട്ടിയട്ടെ. പുളിയും മുളകും പിടിച്ച് കറി കയറി അങ്ങ് ഉഷാറായി. എൻ്റെ പൊന്നു കൂട്ടുകാരെ, ഇവിടെ വന്നത് കഴിക്കാതിരിക്കരുത്. സാധാരണ ഈ പുഴുക്ക് കിട്ടുന്നത് പീസാക്കിയായിട്ട് പുഴുങ്ങിയാണ് തരുന്നത്. പക്ഷേ ഇതങ്ങനെ വന്നത് നന്നായിട്ട് ഉടച്ചിട്ട് അതിനകത്ത് വൻപയർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, ചില എരിശ്ശേരി വെച്ചിട്ട് അത് ഫ്രീസ് ചെയ്ത് തരുന്ന മതി. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ്. അതിലുപരി ഇവിടെ വന്നാൽ നമുക്ക് എല്ലാം ഇഷ്ടപ്പെടും. ഒന്നാമത് ഇവിടുത്തെ ആംബിയൻസ് ഇതേ കാണും. നല്ല മൂടൽ മഞ്ഞ് പോലെ കൃത്രിമ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ടിരുന്ന് കഴിക്കാൻ തന്നെ ഒരു ടേസ്റ്റാണ്. പിന്നെ മൊത്തത്തിൽ പ്രൈവസി ഉണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. കള്ള് ഷാപ്പാണെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ വരുന്നത് ഫാമിലിയാണ്. കാര്യം ഇതേപോലെ നല്ല ടേസ്റ്റുള്ള ആഹാരം കഴിക്കാൻ വേണ്ടിയിട്ട്. ഗ്രേവി കഴിക്കാം. ഇപ്പം മീൻകറി മാത്രം നിന്ന് തീർക്കേണ്ട അവസ്ഥയാണ്. ബാക്കിയുള്ളതൊക്കെ എന്തോ ചെയ്യുന്ന ഒരു പിടിയില്ല. നോക്കാം. വീണ്ടും റൊണാൾഡോ ഒരു നഗ്ന സത്യം പറയാൻ പോകുന്നു. പിടി ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. നാടൻ കോഴി ചാപ്സ് നോക്കാം. പുഴുക്കിൻ്റെ പിടിയുടെ വില ഞാൻ പറഞ്ഞല്ലോ, വെറും 80 രൂപയേ ഉള്ളൂ. പക്ഷേ നല്ല ക്വാണ്ടിറ്റി, ഒരാൾക്ക് വൃത്തിയായിട്ട് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ട്. നാടൻ കോഴി ചാപ്സ് എന്ന് പറഞ്ഞാൽ നല്ല കുറാന്നുള്ള ഗ്രേവി. നല്ലോണം നാടൻ കോഴി വെന്തിട്ടുണ്ട് കേട്ടോ. അതെ, ആ പിടിയിൽ ഒരു ബോളും എടുത്ത് ഈ ചാപ്സ് കൂടെ ചേർത്തിട്ട് അല്ല, ഒന്നര വറുത്തരച്ചിട്ടുണ്ട്. എൻ്റെ ടേസ്റ്റ് മുമ്പിലാണ്. തേങ്ങ വറുത്തരച്ചതിൻ്റെ ടേസ്റ്റ്. ഇപ്പം മീൻകറി ഒന്നും അല്ലാതായി കേട്ടോ. അതാണ് ഷാപ്പിലേക്ക് ഫുഡിൻ്റെ ഒരു പ്രത്യേകത. ഇന്ന് വീട്ടിൽ നിന്ന് വെള്ളം ഇട്ടപ്പോഴേ പെണ്ണുമ്പിള്ള പറഞ്ഞു ഇതിനകത്ത് ആക്കിക്കൊണ്ട് വരല്ലേന്നു. പക്ഷെ ആവും.
നമ്മളങ്ങനെയാണല്ലോ കഴിക്കുന്നത്. പോർക്ക് ചാപ്സ്. ഓ, പല്ലുകൾക്ക് വലിയ സമ്മർദ്ദം കൊടുക്കണ്ട, പോർക്കാണല്ലോ, അറിയാമല്ലോ. നല്ല ടേസ്റ്റ്. മുത്തി പുഴുക്കെടുക്കാം. എല്ലാത്തിനും ചെറിയ ചൂടുണ്ട്. കാര്യം ഒരു ചെയ്തങ്ങനെ വെക്കുകയല്ല, വരുന്ന അനുസരിച്ചാണ്. കറി തന്നെ അടപ്പിൽ നല്ല ചെറിയ ചൂടിൽ സ്ലോ കുക്കിൽ ഇങ്ങനെ കിടക്കുവാണ്. എൻ്റെ ഗുണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മളെപ്പോൾ ചെന്ന് ഈ സമയത്ത് വന്ന് കഴിച്ചാലും ആ ഒരു ചൂട് അതേപോലെ നിൽക്കും. ഈ ചൂടോടെ ചില വിഭവങ്ങൾ കഴിക്കുന്നതിനെ വേറൊരു ടേസ്റ്റാണെന്നറിയാമല്ലോ. ഇത് നേരത്തെ അടുക്കളയിലെ എൻ്റെ മുമ്പിൽ വെച്ച് ചൂട് എണ്ണയിലേക്ക് ചാടി കാട കണ്ട പാവം. കാട ഫ്രൈ. മസാലയുടെ രുചി അത് സൂപ്പറായിട്ടുണ്ട്. അതുപോലെ നല്ലോണം ഫ്രൈ ആയിട്ടുണ്ട്. കാരണം നമ്മൾ ഇങ്ങോട്ട് പിടിക്കുമ്പം തിരിച്ച് മസിൽ പിടിക്കുന്നില്ല. സംഭവം മാംസം ഇച്ചിരി ഉള്ളെങ്കിലേ ഒരുപാട് ഔഷധമുള്ളവരാണെന്നാണ് കേട്ടിട്ടുള്ളത്. 1000 കോഴി കരക്കാടേന്നോ അങ്ങനെ എന്തോ ഉണ്ട്. ഈ 1000 കൗണ്ടിങ് കറക്റ്റാണോ എന്ന് അറിയത്തില്ല. കറക്റ്റായിട്ട് അറിയാവുന്നൊരു കമൻറ്റ് പറയണേ. കമൻറ്റേ പറയാം, വഴക്ക് പറയല്ലേ. കാടകാലയ്ക്ക് ഞാൻ കാത്തിരുന്ന ഐറ്റം വരാലും മാമൻ അലങ്കരിച്ച് കിടത്തി കൊണ്ടുവന്നേക്കുന്നുണ്ടോ. കാടഫ്രൈയുടെ കൂടെ ഉണ്ടായിരുന്നു. ഈ രുചിയിലടെ കണ്ട് കിളി പോകണ്ടേ, പിഴിയാൻ മറന്നുപോയി. ഇതിൻ്റെ പള്ള ഭാഗത്തുനിന്ന് ഒരു പീസ് ഒക്കെ എടുത്ത് വരഞ്ഞ് മസാല പറ്റിയത് കൊണ്ടേ ഉള്ളേരിയകളിൽ വരെ ഐറ്റം കയറിയിട്ടുണ്ട്. പൊടി സാധനം. ഓ, എന്താ ടേസ്റ്റ് എന്നറിയാം. ആ നാരങ്ങാനീരിലൂടെ പറ്റിയപ്പോഴത്തേനെ എരിയും പുളിയും മസാലയുടെ ടേസ്റ്റും ഇന്നും വരാൽ കളം പിടിച്ചു. അത് എത്ര ഐറ്റം കഴിച്ചതിൽ ഓരോ ഐറ്റം കഴിക്കുന്നതോടെ നമുക്ക് ഇഷ്ടം കൂടി കൂടി വരും. ഭയങ്കര കഴിച്ചപ്പോൾ സൂപ്പറായിട്ട് തോന്നി. പക്ഷെ അതിനൊക്കെ കടത്തി വെട്ടി നാടൻ ചിക്കൻ ചാപ്സ് നല്ല ടേസ്റ്റായിരുന്നു. പക്ഷെ അതിനെയും വെല്ലും. ചുമ്മാതാണോ, ഞങ്ങളിവിടെ വന്നപ്പോഴത്തേനെ ഏകദേശം 1 മണിക്കൂറോളം ഞങ്ങൾ വെളിയിൽ വെയിറ്റ് ചെയ്തു. കാര്യം ഹട്ടുകളെല്ലാം ഫില്ലാണ്, ഫുള്ള് ഫാമിലി. എപ്പോഴും ഒരു ഫാമിലി വന്നിട്ടുണ്ട്. അപ്പം ഈ ഐറ്റമായിട്ട് ഞാനൊരു മൽപ്പിടുത്തം തുടങ്ങാൻ പോവാണ്. അപ്പോൾ അത് കഴിഞ്ഞ് വരുമ്പോഴത്തേന് കുറേ സമയം എടുക്കും. അപ്പോൾ തുടങ്ങട്ടെ. അപ്പോൾ വഴിയെ കാണാം. റൊണാൾഡോ ഫുഡ് ബ്ലോഗിൽ ആദ്യമായിട്ടാണ് ഷാപ്പും റെസ്റ്റോറൻറ്റും ചേർന്നൊരു കട കവർ ചെയ്യാൻ വരുന്നത്. പക്ഷെ ഒത്തിരി സന്തോഷമുണ്ട്. കാര്യം നമ്മൾ കോട്ടയം ജില്ല വരെ ഓടി എത്തി ഈ ഒരു കടയെക്കുറിച്ച് ഒരുപാട് എൻക്വയറികൾ നമ്മളോട് പറഞ്ഞു. ഉറപ്പായിട്ട് ഇവിടെ ഒന്ന് ചെയ്യണമെന്ന് പറഞ്ഞാൽ പറഞ്ഞതിൻ്റെ കാര്യം എന്തായിരിക്കും എന്നറിയാമല്ലോ. ഇവിടുത്തെ ടേസ്റ്റ് കുറേ പേർക്കറിയാം, അറിയാത്തവരിലേക്ക് കൂടെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നത്. തീർച്ചയായിട്ടും നല്ല ഒരു ആഹാരം കഴിച്ച് അതിലൊരു നല്ലൊരു എപ്പിസോഡ് ചെയ്തതിനൊരു സംതൃപ്തി തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ എല്ലാമായ രാഹുൽ. അപ്പോൾ രാഹുലെ ഒന്നും കൂടി ഇവിടേക്ക് എത്തേണ്ട വഴി എന്ന് പറഞ്ഞു, കറക്റ്റ് ലൊക്കേഷൻ. ഇത് നമുക്ക് പാലാക്കടുത്ത് രാമൂരമാണ് നമ്മുടെ സ്ഥലം വരുന്നത്. രാമൂരിൽ നിന്ന് കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ രാമൂരം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് ഉഴുവൂർക്ക് പോകുന്ന വഴിക്ക് കൊണ്ടാടെന്ന് പറയും. കൊണ്ടാട് ഏതൻ തോപ്പ്. അപ്പം എല്ലാം കൊണ്ടും വ്യത്യസ്തമാണ്. കണ്ടില്ലേ, ഇവിടുത്തെ കാഴ്ചകളെല്ലാം നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇവിടുത്തെ വിഭവങ്ങളെല്ലാം നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു. ഇവിടുത്തെ വിഭവങ്ങളെല്ലാം ഞാൻ രുചിച്ചു. എൻ്റെ രുചി ഞാൻ നിങ്ങളിലേക്ക് പകർന്നു. ഇനി നിങ്ങൾക്കത് കഴിക്കണമെങ്കിൽ ആ കൊതി വായിൽ നിർത്തിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ വരണമെങ്കിൽ ഉറപ്പായിട്ടും പോരാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പറഞ്ഞു, സർക്കാർ കള്ളുഷാപ്പിന് അവധി കൊടുത്ത ദിവസങ്ങൾ നിങ്ങൾ ഇങ്ങോട്ട് വരികയും ചെയ്യരുത്. ഫുഡും ഇല്ല, ഒന്നുമില്ല. ബാക്കി എല്ലാ ദിവസവും രാവിലെ 8 മണി മുതൽ രാത്രി 8 മണി വരെ നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് നിങ്ങളോടൊപ്പം
ദേ ഇവരെല്ലാവരും ഉണ്ടാവും. അപ്പം ഇനി ദൂരെ കേരളത്തിൽ ഇതേപോലെ വ്യത്യസ്തമായ രുചിക്കൂട്ടുകൾ തയ്യാറാക്കുന്ന വിഭവങ്ങൾ ഇറക്കുന്ന ഏത് കടകളുണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. റൊണാൾഡ് ഫുഡ് ബ്ലോഗ് ഞങ്ങൾ ടീമോടെ അവിടെ വന്നിരിക്കും, നിങ്ങളെല്ലാവരും അറിയിക്കുകയും ചെയ്യും. അപ്പം